ഹലോ, ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് നമുക്കൊരു ടയർ കിട്ടീനെ. അപ്പോൾ ഇന്ന് നമ്മൾ ടയറിൽ 10 ചെടികൾ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ചെടി നടുന്നത് ഇവിടെ കേട്ടോ. ടയർ വെക്കാൻ വിചാരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ കുറച്ച് ചെടികളുണ്ട്. അതിനെ ചെടികളൊക്കെ ഒന്ന് ഞാൻ മാറ്റി. അപ്പോൾ സ്ഥാനം ഒരു ഒഴിഞ്ഞ സ്ഥലം വേണമല്ലോ 10 ചെടി നടുമ്പോൾ. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചരി വൃത്തിയാക്കിട്ടോ. പിന്നെ നമ്മളെ ടയർ അവിടേക്ക് കൊണ്ടുപോയി വെച്ച്. ഇനി നമുക്ക് ടയറൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ, ഉറപ്പിച്ച് വെക്കണം. അത് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ പൊട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇതൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 സൈഡും ഒരുപോലെ തന്നെ ഒരേ ലെവലിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം. ഇതാ ഞാൻ കുറച്ച് മണ്ണ് ഇവിടെ കൊത്തി കൊണ്ടുപോയി ഇട്ട് വെച്ചിന് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വളവും ചേർത്ത് വെച്ചിന്. വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ ഇതൊക്കെ കേട്ടോ. വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറീൻ്റെതൊക്കെ അതൊക്കെ ഇവിടെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ മണ്ണിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൂട്ടി വെച്ചത് കേട്ടോ. ഇതാ ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കിയിട്ട് ടയറിലേക്ക് കൊണ്ടുപോയിട്ട് കേട്ടോ. ഇനിയും കുറച്ചുകൂടി മണ്ണ് വേണം, അതുകൂടി കൊണ്ടുപോയിടട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല, റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്തട്ടോ. എന്താ ഞാൻ ഇതുപോലെ മണ്ണ് ഇങ്ങോട്ട് ഇട്ട് ഇനി ഒന്ന് ലെവലാക്കി എടുക്കുക. പിന്നെ 10 ചെടികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നല്ല സൂര്യപ്രകാശം കിട്ടണം. പിന്നെ അധികം വെള്ളം വേണ്ട, കുറഞ്ഞ വെള്ളം മതി. വേഗം ഉണ്ടായി പിടിക്കും കേട്ടോ. ഈ 10 ചെടിയൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കണ കാണാൻ എന്ത് ഭംഗിയാലേ. അത് എവിടെയും നടാം. പിന്നെ എന്താണെന്ന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്, കോഴികളൊക്കെ ഉണ്ടെങ്കിൽ കോഴികൾ വേഗം ഇങ്ങോട്ട് ചിക്കി പെറുക്കി ഇങ്ങോട്ട് ചെടിയൊക്കെ നശിപ്പിക്കും. ഇന്നലെ എൻ്റെ ഒരു ചെടി കോഴി നന്നായിട്ടുണ്ടായി വന്നേന്. അത് ഞാൻ എൻ്റെ ശ്രദ്ധ വിട്ടില്ല. കോഴികളൊന്ന് പുറത്തേക്ക് വിട്ടപ്പോൾ ആ ചെടിയൊക്കെ കൊത്തി ഇങ്ങോട്ട് തിന്നട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പം ഇന്ന് ഞാൻ കോഴികളെ പുറത്തേക്ക് വിട്ടില്ല, കൂട്ടിൽ തന്നെ വെച്ച് വളർത്തുക എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ നെറ്റ് കെട്ടിയിട്ട് നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണല്ലോ കോഴികളെ നല്ലത്. പുറത്തിട്ട് വെച്ചാൽ എന്താ, നമ്മളെ ചെടികളൊക്കെ ഒരു നശിപ്പിക്കും. പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാവും കേട്ടോ. നമ്മളെ ചെടി ഇത്രത്തോരം ഉണ്ടായി വന്നതിന് ശേഷം നമ്മളെ ചെടിയൊക്കെ നശിച്ച് പോയാൽ. പിന്നെ നമ്മളെ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ഇതിലേക്ക് മണ്ണിട്ട് കുറച്ച് വെള്ളം കൊടിഞ്ഞിട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ 10 ചെടി കണ്ടില്ലേ, ഇത് പല കളറിലുള്ളതുണ്ട് കേട്ടോ. ഇത് ഞാനിങ്ങനെ ബോട്ടിലിൽ നട്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിമൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ പറയുക പ്രത്യേകത, പിന്നെയും കൂടുതലുണ്ടാവും കേട്ടോ. പിന്നെ അതിമേലിങ്ങനെ കമ്പ് പൊട്ടി ഇങ്ങോട്ട് ഉഷാറായിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് അതിമൊന്ന് കുറച്ച് ഇതുപോലെ ഇങ്ങോട്ട് എടുത്ത് വിട്ടി. ഇനി നമുക്ക് അതിലേക്ക് നട്ട് പിടിപ്പിക്കാം കേട്ടോ. ഇതിൽ എല്ലാ കളറുകളും ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് എവിടെ നിന്ന് കണ്ടാലും ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് വാങ്ങി കൊണ്ടുവന്ന് ഇങ്ങനെ നട്ട് പിടിപ്പിച്ച് വെക്കുന്നതാണ്. അപ്പം നമുക്ക് എന്താണ്, എന്തൊക്കെ വീട്ടുമുറ്റത്ത് ഇങ്ങനത്തെ ഒരു 10 ചെടീൻ്റെ ഒരു തോട്ടം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇതുപോലെ ഞാൻ മരത്തുമരം നട്ട് പിടിപ്പിച്ചിന് കേട്ടോ. അത് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നോക്കിയാൽ കാണാം. പിന്നെ ഞാൻ പാത്തി വെച്ചിന്. അങ്ങനെ പല രീതിയിലും ഞാൻ പല രൂപത്തിലും ഇങ്ങനെ നടും. എന്ത് കിട്ടിയാലും ഓരോ സാധനത്തിലേക്ക് ഏതൊക്കെയാണ് നടാൻ പറ്റിയ ചെടികൾ ഉള്ളതെന്ന് വിചാരിച്ചാൽ അതൊക്കെ അവിടെ നട്ട് പിടിപ്പിക്കാം. ഇതൊക്കെ ഒരു മഴ പെയ്താൽ ഇതൊക്കെ വേഗം പോവുകയും ചെയ്യും കേട്ടോ. എന്നാലും വേണ്ടിയില്ല, നമുക്ക് 2-3 മാസം ഉണ്ടല്ലോ. ഇതൊക്കെ വേഗം ഒരാഴ്ച മതി. ഇതൊക്കെ നന്നായിട്ട് ഒരു 7 ദിവസം കൊണ്ട് ഇതൊക്കെ നല്ലോണം തന്നെ ഉഷാറായിട്ട് ഇങ്ങോട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ വന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ, പുഴുണ്ടോ ഇല്ലേ എന്നൊക്കെ. അതൊക്കെ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താവും ഓരോന്ന് ഇങ്ങോട്ട് നമ്മളെ ശ്രദ്ധ അല്ലെങ്കിൽ ചെടികൾ ഇങ്ങോട്ട് ഉഷാറില്ലാതായി പോട്ടോ. അപ്പോൾ കണ്ടിട്ട് ഞാനെന്താ ഓരോന്ന് ഇതുപോലെ നട്ട് പിടിപ്പിച്ചിട്ടോ. ഇത് നമുക്ക് ചെറിയൊരു തണ്ട് മതി, വേഗം ഉണ്ടായി കിട്ടേ. ഇത് ഫുള്ളും ആക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്കൊന്ന് സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ. ഒരു ഒരു തോട്ടം തന്നെ, ഒരു ഗാർഡനിങ് തന്നെ സെറ്റാക്കണം. നമ്മുടെ വീട് മുറ്റത്ത് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടും കേട്ടോ. ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളെ ചെടിയൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത്. അതുപോലെ ചില ആൾക്കാർക്ക് ചെടീനോടായിരിക്കും താല്പര്യം, ചില ആൾക്കാർക്ക് പച്ചക്കറീനോടായിരിക്കും താല്പര്യം. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തിനോടാണ് താല്പര്യം എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. കമൻ്റായിട്ട് അറിയിക്കുക എല്ലാവരും. ഓരോരുത്തർക്ക് എന്തിനോടൊക്കെയാണ് ആഗ്രഹങ്ങളും താല്പര്യമുള്ളതും ഒക്കെ വന്നിങ്ങോട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ച് വാരി ഇങ്ങോട്ട് വൃത്തിയാക്കി. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ബോട്ടിലുള്ള 10 ചെടികളൊക്കെ ഇതിന് ചുറ്റും ഇങ്ങോട്ട് വെച്ചേക്കാം. എന്നിട്ട് ഇതൊരു 10-15 ദിവസം ആകുമ്പോഴത്തേനും നമുക്ക് ഇങ്ങോട്ട് കാണാം നന്നായിട്ട് ഇങ്ങോട്ട് ഉണ്ടായി പൂവിട്ട് ഇങ്ങോട്ട് നിൽക്കുന്നത്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ഞാൻ ഇതുപോലെ ഇവിടെ നട്ട് പിടിപ്പിച്ചിന്. അതാ ഉഷാറായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 7 ദിവസമായിട്ടുള്ളൂ ഇവിടെ നട്ടിട്ട് കേട്ടോ. ഇതാ ഉഷാറായിട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കണം. ഇനി അവിടെ ഞാൻ കുറേ പ്ലാനിങ്ങളുണ്ട് എൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റുഭാഗം
ബോട്ടിലുള്ളത് 10 മണികളൊക്കെ ഇതുപോലെ ഇങ്ങോട്ട് വെച്ചിട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റൊക്കെ അറിയിക്കുക. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരേക്കും.